പ്രിയ സഹോദരന്മാരെ, നാഗരികത എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യൻ്റെ സാമൂഹ്യ ശീലങ്ങൾ, ഭക്ഷണ രീതികൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൃത്തിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്ത് പഠിപ്പിച്ചു എന്നത് വളരെ ആഴത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പൊതുവെ മുസ്ലിം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കൗതുകകരമായ ഒരു കാര്യം, അതെല്ലാം ആരംഭിക്കുന്നത് ശുദ്ധിയെ സംബന്ധിച്ച പാഠത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. സാധാരണ ഉളു എടുക്കുന്നതിനെക്കുറിച്ച്, അതുപോലെ കുളിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള പാഠങ്ങളാണ് ആദ്യമായി കർമ്മശാസ്ത്ര പുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയുക. ഇത് ഇസ്ലാം വൃത്തിക്ക് കൊടുത്തിരിക്കുന്ന, ഹൈജീന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തെ കുറിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മധ്യകാല യൂറോപ്പിൻ്റെ അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതിൽ കൗതുകകരമായ പല വിവരങ്ങളും നമുക്ക് കിട്ടുക. കുരിശുയുദ്ധത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യൻ സേന പല മുസ്ലിം പ്രദേശങ്ങളിലും വന്ന് അവർ ബാത്റൂമുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു, എന്തിനാണ് ഇത്തരമൊരു സംവിധാനം എന്ന്. കാരണം കുളിയെ ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു സാമൂഹ്യ അവസ്ഥയായിരുന്നു പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. സാധാരണ നമ്മൾ വെള്ളം കോരിയൊഴിക്കുമ്പോൾ നമ്മൾക്കൊരു ചെറിയ ഒരു ഞെട്ടൽ പോലെയുള്ള ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അത് നമ്മൾക്ക് എന്തോ ഒരു പൊസഷൻ, എന്തോ ഒരു ബാധ നമ്മൾക്കുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് വിചാരിക്കുന്ന അവസ്ഥയായിരുന്നു അവരെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതേസമയം മുസ്ലിം സമൂഹത്തിൻ്റെ, മുസ്ലിം നാഗരികതയുടെ തുടക്കം മുതൽ തന്നെ അറേബ്യ, നമുക്കറിയാം, വെള്ളത്തിന് ധാരാളം ക്ഷാമമുള്ള ഒരു പ്രദേശമാണ് എന്നതോടൊപ്പം തന്നെ അവിടുന്ന് തൊട്ട് തന്നെ ശുദ്ധിയെ സംബന്ധിച്ച, ഒളുവിനെയും കുളിയെയും സംബന്ധിച്ച പാഠങ്ങൾ ഇസ്ലാം നൽകി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, തീന്മേശ മര്യാദകൾ. നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന രീതിയിലുള്ള മൾട്ടി കോഴ്സ് ഫുഡ് ഉണ്ടാവും. സാധാരണ സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു രീതി, അത് അന്തലൂസിൽ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സരിയാബ് എന്ന പ്രശസ്തനായ, അന്നത്തെ അവിടെ ജീവിച്ചിരുന്ന ചിത്രകാരൻ കൂടിയായിരുന്ന ഒരാളാണ് ഈ ഒരു മൾട്ടി കോഴ്സ് ഫുഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാപ്പിയെ സംബന്ധിച്ചുമുണ്ട് രസകരമായ ഒരു ചരിത്രം. കത്തോലിക്ക ചർച്ച് അതിനെ വിളിച്ചിരുന്നത് ഡെവിൾസ് ഡെലീഷ്യസ് ഡ്രിങ്ക് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വാദിഷ്ടമായ പിശാചിൻ്റെ ദ്രാവകം എന്ന അർത്ഥത്തിൽ. അതിനാൽ അത് കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കാരണം മുസ്ലിങ്ങളായ ആളുകളായിരുന്നു കാപ്പി കൂടുതലായി കുടിക്കുകയും അത് വാണിജ്യം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വൈറ്റ് മോക്ക, ബ്ലാക്ക് മോക്ക എന്നൊക്കെ പറയുന്ന കോഫി വെറൈറ്റീസ്, അത് യമനിലുണ്ടായിരുന്ന മുഹ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ആ പേരുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ അങ്ങേയറ്റത്തെ മുസ്ലിം വിരോധത്തിൽ നിന്നുകൊണ്ട് കത്തോലിക്ക ചർച്ച് മധ്യകാലത്ത് തീരുമാനിച്ചു അത് കുടിക്കാൻ പാടില്ല എന്ന്. പിന്നീട് AD 1600 എന്ന് തോന്നുന്നു, പോപ്പ് ക്ലമൻറ്റ് 8 ഒരിക്കൽ കോഫി കുടിച്ചു നോക്കുകയും വളരെ സ്വാദിഷ്ടമാണ്, അതിനാൽ ഇത് നമ്മൾ പിശാചിൻ്റെ ആളുകൾ, അങ്ങനെയാണ് മുസ്ലിങ്ങളെ അവരെന്ന് വിളിച്ചിരുന്നത്, അവർക്ക് നമ്മൾ വിട്ടുകൊടുത്തുകൂടാ എന്ന് പറയുന്നതും കോഫി ഇൻഡസ്ട്രിയിലേക്ക് ധാരാളമായി പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് ആളുകൾ വരുന്നതും എന്നുള്ളത് നമ്മൾ അറിയണം. സ്ത്രീകൾക്ക് നൽകപ്പെട്ട പ്രാധാന്യം, അവരുടെ പദവിയുമായി ബന്ധപ്പെട്ട കാര്യം, ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ്. അതും മധ്യകാല യൂറോപ്പുമായി ബന്ധപ്പെട്ട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം കൂടുതലായി മനസ്സിലാവുക. പ്രവാചകൻ്റെ കാലത്ത് തന്നെ അവഗണിക്കപ്പെട്ടിരുന്ന, ജനിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന, ജനിച്ചാൽ തന്നെ ജീവിക്കാൻ അവകാശമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇസ്ലാം അവരെ മാറ്റിക്കൊണ്ടുവന്നു. സ്വത്തവകാശം അവർക്ക് നൽകി. വൈജ്ഞാനികമായ മേഖലയിൽ അവർക്ക് പുരോഗതി പ്രാപിക്കാനുള്ള എല്ലാ അവസരങ്ങളും തുടർന്നു. പക്ഷെ അതിനുശേഷവും സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു പാശ്ചാത്യർ ഉണ്ടായിരുന്നത് എന്ന് നമ്മളറിയണം. ചാസ്റ്റിറ്റി ബെൽറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു മധ്യകാല യൂറോപ്പിൽ. സ്ത്രീകളുടെ ചാരിത്രത്തിൽ സംശയം തോന്നുന്ന ഭർത്താക്കന്മാർ അവർ പുറത്തു പോകുന്ന സമയത്ത് ഇരുമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ ലോഹങ്ങൾ കൊണ്ടുള്ള അടിവസ്ത്രങ്ങൾ സ്ത്രീകളെ ധരിപ്പിച്ച്
അതിന് താക്കോലും പൂട്ടുമായി നടക്കുന്ന ഒരു സംവിധാനം, അതാണ് ചാസ്റ്റിറ്റി ബെൽറ്റ് എന്ന പേരിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സാമൂഹ്യ അവസ്ഥ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ആളുകൾ തന്നെ വലിയ വ്യവസായങ്ങൾക്ക്, വാണിജ്യങ്ങൾക്ക്, കച്ചവടത്തിന്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളറിയണം. അബ്ബാസി കാലഘട്ടത്തിലുണ്ടായിരുന്ന സുബൈദ, ഹാറൂൺ റഷീദിൻ്റെ ഭാര്യയായിരുന്ന സുബൈദ, അവർ ഹജ്ജ് യാത്രികർക്ക് വേണ്ടി അവരൊരുക്കിയ സൗകര്യങ്ങൾ ഇപ്പോഴും നമ്മൾക്ക് മക്കയിൽ കാണാൻ സാധ്യമാണ്. ഐന് സുബൈദ എന്ന് പറയുന്നത്. ഇതുപോലെ ബാഗ്ദാദിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവർ വലിയ സത്രങ്ങളും വഴികളുമൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫാത്തിമ ഫിഹിരി എന്ന് പറയുന്ന സ്ത്രീയാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് എന്നുള്ള വിവരവും നമ്മൾ അറിയണം. എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇത്രമാത്രം നേതൃപരമായ പങ്ക് വഹിക്കാൻ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സാമൂഹ്യ വ്യവസ്ഥയിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം അടിസ്ഥാനപരമായി അവർക്കില്ല, പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിൽ. അതിനാൽ അവരുടെ കയ്യിൽ വരുന്ന പണം ധാരാളമായി സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ്റെ കാലത്ത് തന്നെ പ്രവാചകനും അവിടുത്തെ അനുയായിയായ ബിലാലും സ്ത്രീകളുടെ സൈഡിലേക്ക് പള്ളിയിൽ ഒരിക്കൽ ചെന്ന് അവരിൽ നിന്ന് ധാരാളമായി സംഭാവന പിരിക്കുകയും അവർ അവരുടെ വളകളും മോതിരങ്ങളുമൊക്കെ ഊരിക്കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന സംഭവം പ്രവാചക ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഷാജഹാൻ ബീഗം എന്ന് പറയുന്ന ഭോപ്പാൽ കേന്ദ്രമായി ഭരിച്ചിരുന്ന മഹദിയാണ് അവിടെയുള്ള ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്ന താജുൽ മസാജിദിന് അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് ഉണ്ടായത് എന്നുള്ളത് നമ്മൾക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ്റെ അവസാന പ്രഭാഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ആ പ്രഭാഷണം എന്ന് പറയുന്നത് 7 മിനിറ്റിന് താഴെ മാത്രം നിൽക്കുന്നൊരു പ്രഭാഷണമാണ്. അതിലെ ഏറ്റവും വലിയ പാരഗ്രാഫ് എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവാചകൻ ഒരു വസിയത്ത് കണക്കെ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ തുടർച്ചയിൽ സ്ത്രീ സമൂഹത്തെ ആദരിച്ചും അവർക്ക് സമൂഹത്തിൽ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു നാഗരികതയുടെ പുരോഗതിയാണ് ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.